ഈ മുണ്ടക്കയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ തലേ ദിവസം തൊട്ട് തലേന്ന് അത്ര ശക്തമായ മഴയായിരുന്നില്ല. എന്നാൽ അതിൻ്റെ തലേന്നാണ് ഏറ്റവും കൂടിയ അളവിൽ മഴ പെയ്തത്. പുലർച്ചെ അതിശക്തമായ മഴ, മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് പുഴയിൽ വലിയ തോതിൽ വെള്ളമുയർന്നു. അധികാരികൾ ആ ഭാഗത്തേക്കൊക്കെ ആ സമയത്ത് സന്ദർശനമൊക്കെ നടത്തി. എന്നാൽ കൃത്യമായ ഇന്ന സ്ഥലത്തേക്ക് മാറി എന്നൊന്നൊരു കൃത്യമായ നിർദ്ദേശമൊന്നും ഉണ്ടായില്ല. പക്ഷേ നിർദ്ദേശമൊന്നും ഇല്ലെങ്കിലും പ്രകൃതിയിലെ മാറ്റം തിരിച്ചറിഞ്ഞ് കുറേ ആളുകൾ, പ്രദേശവാസികൾ അവിടെ നിന്നും മാറി താമസിച്ചിരുന്നു. അത്തരത്തിൽ ഒരാളാണ് എന്നോടൊപ്പം ഉള്ളത്. നിങ്ങൾ ഈ കാലാവസ്ഥേൻ്റെ മാറ്റം കണ്ടിട്ടാണോ മാറിയത്? അതെ, മുൻകൂട്ടി അതിൻ്റെ മുമ്പത്തെ ദിവസം തന്നെ ശക്തമായ മഴ ഉണ്ടായിരുന്നു. അന്ന് എസ്റ്റേറ്റിലൊന്നും പണി ഉണ്ടായിരുന്നില്ല മഴ കാരണം. അന്ന് ടൗണിലൊക്കെ ഇറങ്ങി മഴ തലേന്ന് തന്നെ മഴ പുലർച്ചയ്ക്ക് ഞങ്ങൾ വീടൊന്ന് മാറി തിണ്ടിൻ്റെ മുകളിലുള്ള വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീടും പിറ്റേ ദിവസം ഉരുൾ പൊട്ടുന്ന അന്ന് ആ ഒരു രാത്രിയിൽ നമ്മളവിടെ നിൽക്കുന്നത് മണ്ടത്തരാണല്ലോ, സേഫ് അല്ലല്ലോ. ആ ഒരു കാരണത്താൽ നമ്മൾ ഒരു വൈകിട്ടാകുമ്പോഴേക്കും നമ്മളൊരു സിസ്റ്ററുണ്ട് അവിടെ, അവരെ അങ്ങോട്ടേക്ക് മാറിയപ്പോൾ നമ്മൾ അയൽവാസി ഇപ്പോൾ അവരില്ലപ്പോൾ അവരോടടക്കം പറഞ്ഞു. നമ്മളെ വീടെല്ലാം പോയി, അവരടക്കം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ്, നമുക്ക് ഈ ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു അറിയിപ്പ്, ഒരു അപകട സാധ്യത ഉണ്ടെന്ന് അവിടെ ഒരറിയിപ്പും കിട്ടിയില്ല. ഞാൻ മുണ്ടക്കയിൽ ഓരോ വീട്ടിലെ ആൾക്കാരെ ഞാൻ കൊണ്ടുവന്നുതരാം. ആരാണ് ഔദ്യോഗികമായിട്ട് പറഞ്ഞതെന്ന് പറയണം. കാരണം തലേ ദിവസം ചാനലുകാർ വന്നപ്പോൾ 24-ൽ ഞാൻ പറഞ്ഞതാണ് പുഴ കൂടെ ഭയങ്കര വെള്ളം, അപ്പം ഉരുൾപൊട്ട സാധ്യത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് പുഞ്ചിരി മട്ടത്തിലുള്ള ഏകദേശം വീടുകളൊക്കെ ഞാൻ കയറി പറഞ്ഞു. ഞാനും കുറച്ച് ചെറുപ്പക്കാരും കൂടിയിട്ട് കയറി പറഞ്ഞു. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീടുകൾ വാലുമുട്ടി, ചിന്നപ്പണ്ണൻ്റെ വീട്, മേരിയക്കൻ്റെ വീട്, പ്രശാന്തിൻ്റെ വീട്, അങ്ങനെ ഞങ്ങൾ ആ ഒരു വഴിക്കുള്ള വീടുകൾ കംപ്ലീറ്റ് പറഞ്ഞു. അവിടെ എല്ലാ ആൾക്കാരും വീടുകൾ കംപ്ലീറ്റ്, രാത്രിയിലല്ല പകൽ തന്നെ. അപ്പോൾ അന്ന് അത്ര ശക്തമായ മഴയായിരുന്നു. രാത്രി ഒരു ഉരുൾപൊട്ടിയുണ്ട്, 2:30 ഒരു ഉരുൾപൊട്ടിയുണ്ട്. അങ്ങനെയാണ് അതുവരെ ആ പാലത്തിൻ്റെ അടുത്ത്. എന്ന് വെച്ചാൽ എനിക്ക് 29-30 പുലർച്ചെയാണ് മെയിൻ ഉരുൾപൊട്ടലുണ്ടായത്. അത് 28-ന് ഒരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് കഴിഞ്ഞ് 2020 എൻ്റെ വീട് പോയതാണ്. ആ പുഞ്ചിരിമഠത്ത് എൻ്റെ വീടുണ്ട്, ഉരുൾപൊട്ടി പോയതാണ്. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് എനിക്ക് അറിവുള്ളതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. ഈ ബൈറ്റ് കൊടുത്തതിന് വളരെ മോശമായിട്ട് എന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് രാത്രി അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടാറുണ്ട്, വളരെ മോശമായിട്ട് അവരെ മോശമായിട്ട് ചിത്രീകരിച്ച് ഗ്രൂപ്പുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും പല ഗ്രൂപ്പുകളും ഇപ്പോഴും നമ്മളതിൽ സേവ് ചെയ്തിച്ചു. വളരെ മോശമായിട്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ മഴ പെയ്താൽ ഈ മഴ നിൽക്കുന്നില്ല, ഈ മഴ പെയ്താൽ അന്ന് പൊട്ടേൻ്റെ മേലെ ഭാഗം പൊട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. ആ കുറേ ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് അങ്ങോട്ട് വരണം, തുറന്ന് പറയണം എന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ ആ മുന്നറിയിപ്പ് പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇത്രയും ജീവൻ രക്ഷിക്കാറുണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ഔദ്യോഗികമായിട്ട് ആരെങ്കിലും അറിയിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണേ. ഞാൻ പറഞ്ഞ പോലൊക്കെ ചിലപ്പോൾ അവർക്ക് സ്വന്തം വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാകാം. അവിടെയുള്ള ആൾക്കാരെ വീടുകളിൽ കയറി പറഞ്ഞു, ഒരു മൈക്ക കെട്ടിയിട്ട് പറഞ്ഞാൽ 5 മണിയിലുള്ള ഒഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ആളവിടെ ഉണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനത്തിലെ പാളിച്ചയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നാണ് ഈ പ്രദേശവാസികൾ തന്നെ പറഞ്ഞത്. മുൻകൂട്ടി ഔദ്യോഗികമായി ഒരു മുന്നറിയിപ്പും ലഭിക്കാതെ തന്നെ സ്വന്തം നിലയ്ക്ക് മാറി താമസിച്ചവർക്ക് മാത്രമാണ് ഇതിലെങ്ങനെയെങ്കിലും ജീവനം ലഭിച്ചത്. സ്വത്തെല്ലാം നഷ്ടപ്പെട്ടോട്ടെ, പക്ഷേ ജീവൻ തിരിച്ചു കിട്ടിയെന്നാണ് അവർ പറയുന്നത്. ഈ ഗുരുതരമായ വീഴ്ച വരുത്തിയ അധികാരികൾക്കെതിരെ നടപടി വേണമെന്ന് കൂടിയാണ് ഇവർ മുന്നറിയിപ്പ് നൽകുന്നത്. എൻ്റെ അമ്മ പോയി, എൻ്റെ അനിയത്തി പോയി. ഞാൻ ഈ ഉരുൾപൊട്ടൽ അവരെ കൂടെ ഒപ്പമുണ്ടായ ആളാണ്. എൻ്റെ കയ്യിൽ നിന്നാണ് പോകുന്നത്. ഞാൻ ഈ 10-20 ആൾ ആ റൂമിലുണ്ട്, ഔസപ്പേട്ടൻ്റെ റൂമിലുണ്ട്. ഞാൻ രാവിലെ വരെ കാലും ഒക്കെ മുറിയാണ്, കയ്യും എല്ലാം മുറിയാണ്, കമ്പി പിടിച്ച് നിന്ന്. എൻ്റെ അനിയത്തിയും അമ്മയൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നു. ആ ശ്രീനേട്ടൻ, പിന്നെ ശ്രീലേഷ്, ആ നീതു, ഇവരൊക്കെ ഞങ്ങളൊപ്പം നിന്ന ആൾക്കാരാണ് ചളിയിൽ ഒളിച്ച് പോകുന്നത്. ആ രണ്ടാമത്തെ ഉരുൾപൊട്ടലിൽ ആ വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ. ഇനി നമ്മൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരെ പോകുന്നു. എല്ലാ വീടുകളിലും ആളുമുണ്ട്. ആരെങ്കിലും മാറ്റിയെന്ന് പറയണം. ഇപ്പോൾ ഇത്രയും ആൾ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് വിഷമം കൊണ്ട് തന്നെ പറയുന്നു. വളരെ വിഷമമാണ്. കൂട്ടുകാർ പോയി, കുടുംബം പോയി, കുടുംബക്കാർ പോയി, നാട്ടുകാർ പോയി, ഇനി നമ്മളെ ആ നാടേ പോയി. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിയുണ്ട്. ഇതിൽ അറിഞ്ഞിട്ട് അറിയാതെ നടിച്ച അവരാണ് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അതിന് എന്തായാലും ജനങ്ങളത് പ്രതികരിച്ചേ പറ്റൂ. തീർച്ചയായും ഇവരുടെ വാക്കുകൾക്കൊന്നും നമുക്ക്
മറുപടി ഒന്നും പറയാൻ കഴിയില്ല. ഗുരുതരമായ വീഴ്ച വരുത്തിയ അധികാരികളാണ് ഇതിന് മറുപടി നൽകേണ്ടത്.